ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ റവയും മുട്ടയും വെച്ച് ഒരു ഈസി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഉണ്ടാക്കുന്നത്. അതിനാവശ്യമുള്ളത് അരക്കപ്പ് റവ എടുത്തു വെച്ചിട്ടുണ്ട്, 2 മുട്ട, തേങ്ങാക്കൊത്ത്, നെയ്യ്, നല്ല ജീരകം പൊടിച്ചതാണ്, ഏലക്കാപ്പൊടി, ഇനി ശർക്കരയും കൂടെ വേണം. ഇനി നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഒരു മിക്സിയുടെ ജാറിലോട്ട് അരക്കപ്പ് റവ ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് മുഴുവനും ഇടുവാണെങ്കിൽ നമുക്ക് 2 മുട്ടയുടെ ആവശ്യമുണ്ട്. പകുതിയാണെങ്കിൽ 1 മുട്ട ഇട്ട് കൊടുത്താൽ മതി. ഇനി നമുക്കിതിലോട്ട് 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഒരു 1/4 ടീസ്പൂൺ സോഡാപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ നല്ല ജീരകം കൂടെ. ഇതൊന്നും അധികം ആവശ്യമില്ല, കുറേശ്ശെ ഇട്ട് കൊടുത്താൽ മതി. നല്ല മണവും ടേസ്റ്റും ഉണ്ടാവും. ഇനി ആവശ്യത്തിന് വെള്ളം കൂടി ഇട്ട് കൊടുക്കാം. റവയുടെ മുകളിൽ നിൽക്കണം വെള്ളം. ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് ശർക്കര പൊടിച്ച് ഇട്ട് കൊടുക്കാം. ശർക്കര വേണ്ടാന്നുണ്ടെങ്കിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് മധുരം കൂടുതൽ ആവശ്യമുണ്ടെങ്കിൽ കുറച്ചുകൂടി ശർക്കര ചേർത്ത് കൊടുക്കാം. മധുരം അവരവരുടെ ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇത് അരച്ചെടുത്തിട്ട് വരാം. അരച്ചിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. കുറച്ച് ടൈം ഉള്ളവർക്ക് ഇതൊരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുവാണെങ്കിൽ കുറച്ചുകൂടെ മയവും കിട്ടും. നമ്മളിത് ഉണ്ടാക്കുന്ന നേരത്ത് കുറച്ചുകൂടെ പൊങ്ങിയൊക്കെ വരികയും ചെയ്യും. ഇനി ഒരു പാനിലോട്ട് കുറച്ച് നെയ്യ് ഇട്ട് കൊടുക്കണം. നമുക്കിതിൽ തേങ്ങാക്കൊത്ത് വറുത്തെടുക്കാനാണ്. നെയ്യ് തന്നെ വേണമെന്നില്ല, സൺഫ്ലവർ ഓയിൽ ആണെങ്കിലും മതി. നമുക്കിത് നല്ലതുപോലെ വറുത്തെടുക്കണം. മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്താൽ മതി. ഒരു ഗോൾഡൻ ബ്രൗൺ നിറമാകുന്നിടം വരെ നമുക്കിത് ഇളക്കി കൊടുക്കാം. തീ കൂട്ടി വെക്കരുത്, ഇത് കരിഞ്ഞു പോകും. നമ്മൾ ഒരു ദിവസം രാവിലെ എഴുന്നേക്കാൻ താമസിക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. ഇതിങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്, ശർക്കരയൊക്കെ ഇടുന്നുണ്ട്. നമുക്കിതിന് കറിയുടെ ആവശ്യമില്ല. അപ്പം പെട്ടെന്ന് നമുക്ക് 5 മിനിറ്റ് കൊണ്ട് റെഡിയാക്കാൻ പറ്റുന്ന ഒരു ഈസി ബ്രേക്ക്ഫാസ്റ്റ് ആണിത്. അധികം സമയം വേണ്ട, എന്നാൽ നല്ല ടേസ്റ്റുമാണ്. ഇതിപ്പം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഇനി നമുക്ക് ഇതേ പാനിലോട്ട് തന്നെ നമുക്ക് അപ്പം ചുട്ടെടുക്കാം. റവ ആയതുകൊണ്ട് കുറച്ച് കട്ടിയുണ്ട്, കുറച്ച് നൈസായിട്ട് പരത്തിയെടുക്കണം. കുറച്ച് നൈസായിട്ട് ഇരുന്നാൽ കട്ടി കുറച്ച് പരത്തിയെടുക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ പറ്റും. ഇത് നമ്മൾ അരമണിക്കൂർ വെച്ചിട്ടാണ് എടുക്കുന്നതെങ്കിൽ നമ്മളിത് ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ചുകൂടി പൊങ്ങി വരും. എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കുന്നതാണ്. ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് നെയ്യ് വേണമെങ്കിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരുന്ന തേങ്ങാക്കൊത്ത് കുറച്ച് ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഇത് മൂടി വെക്കാം. അധിക സമയം വേണ്ട, ഒരു 2-3 മിനിറ്റിനകം അത് വെന്ത് കിട്ടും. ഇനി നമുക്കിത് തുറന്നു നോക്കാം. അതിന്റെ ഒരു ഭാഗം വെന്തിട്ടുണ്ട്. ഇനി നമുക്കിത് തിരിച്ചിടണം. നമുക്ക് മൂടി വെച്ച് വേവിക്കാം ഒന്നുകൂടെ. പെട്ടെന്ന് തന്നെ അത് റെഡിയാകും, അധിക സമയം വേണ്ട. നമ്മുടെ അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് റെഡി ആയിട്ട് കഴിഞ്ഞിരിക്കുന്നു. കുട്ടികൾക്കാണെങ്കിലും ഇത് കഴിക്കാൻ നല്ലത് ഇഷ്ടമായിരിക്കും, ശർക്കരയൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ. ഇനി ഇതിന്റെ പുറത്ത് കുറച്ച് ശർക്കരയും കൂടെ ഗാർണിഷ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കുട്ടികൾക്കൊക്കെ നല്ല ടേസ്റ്റ് ആയിട്ട് കഴിക്കും. എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇനി ഒരു അടുത്തൊരു വീഡിയോയുമായി വേഗം വരാം. ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.